നാലാമത്തെ എപ്പിസോഡിലേക്ക് വന്നിരിക്കുക. ലാസ്റ്റ് എപ്പിസോഡ് 1 പത്രോസ് 5 നാലാമത്തെ എപ്പിസോഡ്. പ്രിയമുള്ളവരെ, നിർമ്മതനായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ബന്ധക്കോസ്സാരെ ഇന്ന് കേട്ടോണേ, അവസരം കിട്ടിയ അവൻ്റെ വയറ്റിലാകും നീ. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ജീവിച്ചില്ലെങ്കിൽ അവൻ്റെ വയറ്റിൽ കിടക്കും. ഇന്ന് നല്ലൊരു ശതമാനം ദൈവമക്കളെന്ന് പറയുന്നത് അവൻ്റെ വയറ്റിൽ കിടക്കുക, ചാജ് വിഴുങ്ങിയിട്ടിരിക്കുക. സത്യം സത്യം സത്യമായിട്ട് ഞാൻ പറയുക, ഈ വചനത്തെ കൂട്ടിക്കളഞ്ഞാൽ, കൂട്ടിച്ചേർത്താൽ, മറിച്ച് കളഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ കൂട്ടിപ്പഠിപ്പിച്ചാൽ, കൂട്ടിച്ചേർത്ത് പഠിപ്പിച്ചാൽ, മറിച്ച് കളഞ്ഞ് പ്രസംഗിച്ചാൽ, അത് ദുരുപദേശമായി പ്രസംഗിച്ചാൽ, ലഘുചികിത്സ നടത്തിയാൽ അവൻ്റെ വയറ്റിലാണ് നീ. നന്നായിട്ട് മനസ്സിലാക്കണം. ഞാനല്ല, പത്രോസാ പറയുന്നേ. നിർമ്മതരായിരിക്കണം, നിർമ്മതർ, അഹങ്കാരമില്ലാത്തവർ. ഉണർന്നിരിക്കണം, പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉണർന്നിരിക്കണം. നമുക്കൊരു പ്രതിയോഗിയുണ്ട്, അത് പിശാച് എന്നാണ് അവൻ്റെ പേര്. അവൻ അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങൊണ്ട് ഒന്ന് ചുറ്റി തിരിഞ്ഞു നടക്കുന്നു. അടുത്ത ഭാഗം, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. പത്രോസിൻ്റെ ശക്തമായ പ്രബോധനം, എതിർത്ത് നിൽക്കുക, സാത്താനോട് എതിർത്ത് നിൽക്കുക. യാക്കോബ് പറയുന്നു സാത്താനോട് എതിർത്ത് നിൽക്കുക, പൗലോസ് പറയുന്നു സാത്താനോട് എതിർത്ത് നിൽക്കുക. 3 അപ്പോസ്തലന്മാരും ശക്തിയോടെ പറയുന്നു സാത്താനോട് എതിർത്ത് നിൽക്കുക. അവൻ്റെ തോളെ കൈയിട്ടുകൊണ്ട് നടക്കുക പലരും. പിന്നെ എന്നെ എതിർക്കാനാ? അവൻ്റെ തോളെ കൈയിട്ടുകൊണ്ട് നടക്കുക. അർത്ഥം, സാത്താൻ്റെ പ്രവൃത്തികളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നേ. വചനവിരുദ്ധമായ കാര്യങ്ങളാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നേ. കാശിന് പോക്കില്ലാതെ ഇരുന്ന ജീവിതങ്ങൾ. ഈ ബന്ധക്കോസ് പിതാക്കന്മാരൊക്കെ അന്നത്തിന് വകയില്ലാത്തവരാ. നല്ലൊരു ശതമാനം, 99.4% അങ്ങനെയായിരുന്നു. അവർ കഷ്ടപ്പാടും പട്ടിണിയും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ചവരാ. ഒരു നേരത്തെ ആഹാരം കഴിക്കാനുള്ള വക കിട്ടി കഴിഞ്ഞപ്പോൾ, മക്കളൊക്കെ പഠിച്ച് ജോലിക്കാരായി വിദേശ നന്മകളൊക്കെ വന്നപ്പോൾ, UK-യിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോയി ഇഷ്ടംപോലെ പണം സമ്പാദിച്ച് കിട്ടിയപ്പോൾ പലരും ദൈവകൃപ ചോർത്തിക്കളഞ്ഞു. എനിക്ക് നന്നായിട്ടറിയാം, വ്യക്തമായിട്ടറിയാം, കൃത്യമായിട്ടറിയാം. യൂട്യൂബ് പ്രസംഗിച്ച് പാസ്റ്റർമാർ 2 ലക്ഷം 1 ലക്ഷം ഉണ്ടാക്കുന്ന പാസ്റ്റർമാരുണ്ട്. യൂട്യൂബിൽ പ്രസംഗിച്ച് കൂട്ടി കാശടിച്ച് മാറ്റാൻ നിൽക്കുന്ന പാസ്റ്റർമാരുണ്ട്. അത് മേടിച്ചവർ തിന്നുകൊണ്ടിരിക്കുക. യൂട്യൂബുകാർ തരുന്നത് ദൈവം തരുന്നതാണോ എനിക്കറിയില്ല. ദൈവം തരുന്നതാണെങ്കിൽ മേടിച്ചോ. സത്യവചനം പ്രസംഗിച്ചാൽ ആരും കേൾക്കാനുണ്ടാവില്ല പ്രിയമുള്ളവരെ, അത് മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന വചനത്തിൻ്റെ വ്യൂസൊക്കെ 40, 50, 30 പേരൊക്കെ കേൾക്കത്തുള്ളൂ. പിന്നെ വാട്സപ്പിൽ കിടപ്പുണ്ട് കുറച്ച് പേര് 10, 50, 100 പേരോട് അടുപ്പിച്ചുണ്ട്. അവർ കേൾക്കുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അവർ കേട്ടാൽ അവർക്ക് കൊള്ളാം. ഈ സത്യവചനം, പഥ്യവചനം നമ്മൾ കേൾക്കണം. ഇത് കേട്ട് അനുസരിക്കണം. ഈ പ്രസംഗങ്ങൾക്ക് അധികം വ്യൂസ് ഒന്നും കിട്ടത്തില്ല. ചപ്പും ചവറും പ്രസംഗിച്ച് വെച്ചാൽ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം കേൾക്കും. നമുക്കറിയാമല്ലോ, ഈ കോമിക്സൊക്കെ പറയുന്നവർ, ഈ സിനി ആർട്ടിസ്റ്റുകളും അവരൊക്കെ കോമഡി പറയുന്നവർ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം പേരാണ് കേൾക്കുന്നത്. കാരണം അതിൽ സന്തോഷിക്കാനുണ്ട്. ലോകത്തിൻ്റെ സാത്താൻ്റെ സന്തോഷം കുത്തി നിറച്ചിരിക്കുക. എന്നാൽ ഇത് കേൾക്കുമ്പോൾ കരച്ചില ഉണ്ടാകേണ്ടത്, സങ്കടം ഉണ്ടാകണം, ദുഃഖം ഉണ്ടാകണം. കർത്താവെ, ഞാൻ ആത്മീയമായി പുറകോട്ട് പോയി, ഞാൻ കുറഞ്ഞു പോയി, ഞാൻ ക്ഷീണിച്ചു പോയി, ഞാൻ താണുപോയി, എനിക്ക് അങ്ങേ പ്രാപിക്കാൻ കഴിയുന്നില്ല, അങ്ങയുടെ വചനം അനുസരിക്കാൻ കഴിയുന്നില്ല, അങ്ങയുടെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിന്ന് ഞാൻ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എന്നോട് കരുണ കാണിക്കണം, കരുണ കാണിക്കണമെന്ന് പറഞ്ഞ് ദൈവത്തിൽ അടുത്ത് വന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ, അല്ലാത്തവർക്കൊന്നും രക്ഷയില്ല. മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മാനസാന്തരപ്പെടും. രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. രക്ഷയും മാനസാന്തരം തികാലങ്ങളാണ്. ആദ്യത്തെ പടിയിലാണ് പെന്തക്കോസ്ത് സമൂഹം നിൽക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ചപ്പോൾ ഓട്ടക്കളത്തിൽ ഓടാനുള്ള
യോഗ്യത നേടിയെന്നേ മാത്രമേ ഉള്ളൂ. ഇനി ഓടണം. ഓട്ടം ജീവിതമാണ്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും വിട്ട് രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ചുകൊണ്ട് ഓടണം. ആകയാൽ നാമം സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം ഓടണം. ഓടണം. പാപം വിട്ടോടണം, അനീതി വിട്ടോടണം, അത്യാഗ്രഹം വിട്ടോടണം, വിഗ്രഹാരാധന വിട്ടോടണം, അശുദ്ധി വിട്ടോടണം. ഓട്ടം ജീവിതമാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഒന്നുമായില്ല. ക്രിസ്ത്യ ജീവിതം തുടങ്ങിയിട്ട് പോലുമില്ല. ഹല്ലേലൂയ. രക്ഷയ്ക്കായി വിളിച്ചു, രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. തെസ്സലോനിക്ക ലേഖനം തരുന്നൊരു പഠനമാണ്. രക്ഷയ്ക്കായി വിളിച്ചു, രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. ഈ വിളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ആയോ? തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാം ആയോ? ഒന്നും ആയില്ല. ദീർഘദൂരം ഒരു യാത്രികനായി, ഒരു പരദേശിയായി യാത്ര ചെയ്യണം. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം വിട്ട്, ഈ ലോകത്തിൻ്റെ പ്രതാപങ്ങളെല്ലാം വിട്ട്, സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന സകല കണികളെയും കണ്ടറിഞ്ഞ് ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിലും വേർപാടിലും പ്രമാണമനുസരിച്ച് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചു കൊള്ളണം. എന്നാൽ പൗലൂസിൻ്റെ വചനവ്യവസ്ഥ പ്രകാരം 2 തെസ്സലോനിക്കർ 5:15 ആ പ്രമാണമനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കണം. ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിക്കണം. വിശുദ്ധീകരണം പ്രാപിക്കുമ്പോഴാണ് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്നത്. സ്തോത്രം. നീതീകരണം, തേജസ്കരണം, വിശുദ്ധീകരണം. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മെ മുന്നേമിച്ചു. വിളി കിട്ടി, സെലക്ഷൻ കിട്ടി. ഇനി ജീവിക്കണം. ലോകത്തിൻ്റെ അശുദ്ധികളും ലോകത്തിൻ്റെ പാപമലിനസമായ അവസ്ഥകളെല്ലാം വിട്ട് വിശുദ്ധമായി നിർമ്മലമായി ജീവിച്ചു മാത്രമേ ആ ബിരുദ് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഒന്നും പറ്റത്തില്ല. ഇത് പാഷന്മാർ കേൾക്കുന്ന ഈ പൊട്ടത്തരങ്ങൾ കേട്ട് ആരും മുമ്പോട്ട് പോകരുത്. നശിച്ച് നാമാവിശേഷമായി പോകും നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും പറയുന്നത് കേട്ടോണം. ഞാൻ പറയുന്നത് അവർ പറയുന്നതാണെങ്കിൽ കേട്ടോണം, ഇല്ലെങ്കിൽ അതെടുത്ത് തോട്ടിലോട്ട് കളഞ്ഞേക്കണം. ഞാൻ പറയുന്നതിന് എന്ത് പ്രസക്തി? ദൈവസഭയുടെ അപ്പോസ്തലന്മാരാണ് തൂണുകളായി എണ്ണപ്പെട്ട യോഹന്നാൻ, യാക്കോബ്, സ്തോത്രം, കേഫ, അവരാണ് തൂണുകൾ. ചർച്ച് പില്ലേഴ്സ് അവരാണ്. അവർ പറയുന്ന ഉപദേശത്തിലാണ് സഭ നിൽക്കുന്നത്. ഇവിടെ ഒരു മെട്രോ തൂണ് ചരിഞ്ഞു പോയി പത്തടിപ്പാലത്ത്. തൂണ് ചരിഞ്ഞപ്പോൾ ട്രെയിൻ ചരിഞ്ഞ്, അല്ലെ മണ്ടയ്ക്ക് വീഴാത്ത ഭാഗ്യം. പിന്നെ ആ ലൈൻ നിർത്തിയിട്ട് മാസങ്ങളോളം പുതിയ തൂണ് പണിതാണ് ആ തൂണിന്മേൽ ട്രാക്ക് കൊണ്ടത് യോജിപ്പിച്ചത്. മനസ്സിലായോ? ദൈവസഭയുടെ തൂണ് ചരിഞ്ഞ് പറഞ്ഞു കിടന്നിട്ട് എത്ര വർഷങ്ങളായി, എത്ര നൂറ്റാണ്ടുകളായി, എത്ര പതിറ്റാണ്ടുകളായി. ആദിമ വിശുദ്ധന്മാർ കേരളക്കരയിൽ തന്ന വിശുദ്ധുള്ള ഉപദേശം ബലികടിക്കപ്പെട്ടില്ലേ? വിശുദ്ധിയും വേർപാടും സഭയിൽ നിന്ന് അപ്രത്യക്ഷമായില്ലേ? ലോകത്തോട് സഭ ഇടകലർന്നു പോയില്ലേ? എന്താ കാര്യം? സാത്താൻ്റെ പ്രവൃത്തി സഭയിൽ കയറി വന്നു. പ്രവൃത്തി പുസ്തകം പഠിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ചിലർ എഴുന്നേൽക്കും, ചിലർ വെളിയിൽ നിന്ന് വരും, ചിലർ കൂട്ടായ്മ എഴുന്നേൽക്കും. ശുശ്രൂഷന്മാരത് വളരെ ബോധവാന്മാരായിട്ടിരിക്കണം. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിന് വിരോധമായി ആരെങ്കിലും എഴുന്നേറ്റ് പ്രസംഗിച്ചാൽ അവനെ പിടിച്ചിരുത്തണം. അങ്ങനെയുള്ളവരുമായിട്ട് പ്രസംഗിക്കാനായിട്ട് സഭയിൽ വന്നാൽ അവനെ ഗെറ്റ് ഔട്ട് അടിക്കണം. എഫെസോസ് സഭ ചെയ്തതെന്താ? പ്രവാചകന്മാരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് എഫെസോസ് സഭയിൽ വന്നു. സഭ അവരെ പരീക്ഷിച്ചു, കള്ളന്മാരെന്ന് കണ്ടു. ഇന്ന് കള്ളന്മാർ സ്വൈരമായി വിരഹിക്കുക. ലോകത്തെമ്പാടും ദൈവസഭകളെന്ന് പറയുന്ന സഭകളിൽ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും നേരത്തെ പറഞ്ഞ പോലെ ലഘുചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക. ഇതെവിടെ ചെന്ന് അവസാനിക്കും? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന നരകത്തിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗൗരവത്തോടെ, കാര്യബോധത്തോടെ, കാര്യക്ഷമയോടെ ആത്മീയ കാര്യങ്ങളെ നമ്മൾ പഠിക്കണം, ഗ്രഹിക്കണം. സ്തോത്രം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ.
നിങ്ങളെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് സഹോദരവർഗത്തിന്, നിങ്ങൾക്കുള്ള സഹോദരന്മാർക്ക്. അപ്പം പിശാചിൻ്റെ പ്രവൃത്തി ലോകത്തുള്ള രക്ഷിക്കപ്പെടാത്ത ദൈവമക്കളായ നമ്മുടെ സഹോദരങ്ങൾക്ക് ഈ പിശാചിൻ്റെ പ്രവൃത്തി എന്ത് ചെയ്യുന്നു? ആ വക കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ്. അപ്പം പിശാച് അവരെ സംഹാര താണ്ഡവം നടത്തിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പുതിയ നിയമസഭ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽക്കണം. സാത്താനോട് എതിർത്ത് നിൽക്കണം നമ്മൾ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ എപ്പോഴും പ്രസംഗിക്കുന്ന കാര്യങ്ങളാണ്. പാസ് ചെയ്ത് കേട്ട് ചെകിട് തളപ്പിച്ചെന്നാരും പറയണ്ട. ഇത് കേട്ട് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്ക്. എനിക്ക് ആത്മാവ് ഹേമം തരുന്നുണ്ട് ഞാനിത് പറയുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിന് ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. പൗലോസ് പറയുന്നത് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. നിൻ്റെ മാൻ പവർ കൊണ്ടോ, നിൻ്റെ ബുദ്ധി കൊണ്ടോ, നിൻ്റെ കഴിവ് കൊണ്ടോ, നിൻ്റെ പണം കൊണ്ടോ, നിൻ്റെ പ്രശസ്തി കൊണ്ടോ, നിൻ്റെ കുടുംബ പാരമ്പര്യം കൊണ്ടോ ഒന്നും നടക്കില്ല. അത് ചക്രം കൈയിരിക്കുന്നുണ്ട്. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല. പിശാചിൻ്റെ പൂണി വീണു പോകാനേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. ദൈവത്തിൻ്റെ സർവായുധവർഗം എന്തൊക്കെയാണത്? സത്യമരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിന് ചെരുപ്പാക്കി സകല ദുഷ്ടന്റെയും മുകളിൽ കെടുപ്പാൻ തക്കോണം വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ചിരസ്ത്രവും, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും, ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചും 1 Petrus 4:1 കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ചും. അങ്ങനെ 8 ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് സാത്താനോട് എതിർത്ത് നിൽക്കാൻ കഴിയാത്ത ഒരെണ്ണം ദൈവരാജ്യത്തിൻ്റെ അംശികളാകാൻ കഴിയത്തില്ല. ഞാനല്ല പറയുന്ന, വചനം പറയുക. എതിർത്ത് നിൽക്കാൻ പറഞ്ഞാൽ എതിർത്ത് നിന്നോണം. അവൻ്റെ കഴുത്തേൽ കൈയിട്ട് നടക്കുക ഇപ്പോൾ പാസ്റ്റർമാരും വിശ്വാസികളും. അതാ ഞാൻ ഇത്ര ശക്തമായി ഗർജിക്കുന്നത്. സാത്താൻ്റെ കൂട്ടാളികളായി തീർന്നിരിക്കുക. ഒരു പാസ്റ്ററുടെ 2 മക്കൾ, ജ്യേഷ്ഠനും അനിയനും, തിരുവല്ലയിൽ സൈത്താൻ വർഷിപ്പിൻ്റെ ലീഡർഷിപ്പിൽ നിൽക്കുകയാണ് അവരെ. അവർ പറയുന്നത് ഞങ്ങളുടെ പപ്പ ആത്മീയനല്ല, എൻ്റെ കുടുംബത്തിൽ ആത്മീയമായിട്ടൊന്നും എനിക്ക് കിട്ടാനില്ല. എന്താ കാര്യം? ആത്മീയ കുരുടന്മാരായി, ആത്മീയ ദരിദ്രന്മാരായി, ആത്മീയ നഗ്നന്മാരായി ലവോദിക്ക അനുഭവത്തിൽ കിടക്കുക. സഭ മടങ്ങി വരണം അപ്പോസ്തല ഉപദേശത്തിലേക്ക്. സഭ മടങ്ങി വരണം ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക്. സഭ മടങ്ങി വരണം പഥ്യവചനം പഥ്യോപദേശത്തിലേക്ക്. അല്ലെങ്കിൽ സഭയ്ക്ക് രക്ഷയില്ല. ഇത് ഞാൻ മരിക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും, ഇഷ്ടപ്പെടാത്തവരിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പൗലോസ് പറഞ്ഞു എതിർത്ത് നിൽക്കാൻ, പത്രോസ് പറഞ്ഞു എതിർത്ത് നിൽക്കാൻ, യാക്കോബ് പറഞ്ഞു എതിർത്ത് നിൽക്കാൻ. പൗലോസിൻ്റെ മറ്റു സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഞാൻ വായിക്കാം. ദൈവത്തിന് സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ, നമുക്ക് പോരാട്ടമുള്ളത് രക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ച് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചോളൂ. സർവായുധവർഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി യാക്കോബ് പറയുന്ന ആ എതിർത്ത് നിൽക്കണമെന്നുള്ള വേദഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. ഈ ക്ലിപ്പോടുകൂടി ഈ പ്രസംഗം ഇവിടെ തീരുകയാണ്. സ്തോത്രം. ചില മിനിറ്റുകൾ മാത്രം. എബ്രായർ, യാക്കോബിൻ്റെ ലേഖനത്തിൽ യാക്കോബ് പറയുന്ന ഒരു ഭാഗം, എൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യം, 7-8 വാക്യം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പി. ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ഈ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശത്തിന് കീഴടങ്ങുക, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് കീഴടങ്ങുക, പഥ്യവചനം പഥ്യോപദേശത്തിന് കീഴടങ്ങുക, ക്രിസ്തുവിൻ്റെ പ്രമാണത്തിന് കീഴടങ്ങുക. ദൈവത്തിന് കീഴടങ്ങണം, സാത്താനോട് എതിർത്ത് നിൽക്കണം. ഇതുവല്ല ഇന്നുണ്ടോ? ദൈവത്തോട് എതിർത്ത് നിൽക്കുകയല്ലേ ചെയ്യണത്? സാത്താൻ്റെ തോളിൽ കൈയിട്ട് പോവുകയല്ലേ ചെയ്യുന്നേ? സഹോദരങ്ങളെ, പ്രസംഗങ്ങളും കൺവെൻഷനും കൂട്ടായ്മകളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഈ വിശുദ്ധിയുടെ ഉപദേശം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ?
പെരുമ്പാവൂർ ഒരു വലിയ മീറ്റിംഗ് നടന്നു. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഹെഡിങ് അതാ. എന്താ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ? യേശു ക്രിസ്തുവിൻ്റെ ശരീരമാം സഭ. ശരീരമാം സഭയെങ്കിൽ തലയില്ലേ? തലയും ശരീരം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? വിശുദ്ധിയും വേർപാടുണ്ടോ? തലയായ ക്രിസ്തുവിൽ നിന്ന് ശരീരമാം സഭയുടെ അവയവങ്ങൾ ഉപദേശം സ്വീകരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്ത് സഭ? പിന്നെ എന്ത് കൂട്ടായ്മ? കൂട്ടായ്മ. കൂട്ടായ്മ കഴിയുമ്പോൾ ഞങ്ങളിവിടെ എറണാകുളത്തുണ്ട്. കൂട്ടായ്മ കഴിഞ്ഞ് കഴിയുമ്പോൾ സൂപ്പർ ബിരിയാണി കിട്ടും. മാത്രമോ, എവിടെ നിന്നാണ് വീട്ടിൽ എവിടെ നിന്നാണ് നമ്മൾ ഹോളിലേക്ക് വന്നത് അവിടെ കൊണ്ടുവന്ന് ബസ്സിൽ ഇറക്കി തരും. ടെമ്പോ ട്രാവലർ ബുക്ക് ചെയ്തിട്ടിരിക്കുക. എല്ലാ ഞായറാഴ്ചയും 10-15 ഉണ്ട്. എല്ലായിടത്തു നിന്ന് ആൾക്കാരെ കളക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന് പാട്ടും പാടി കുറേ ദുരുപദേശം കേൾപ്പിച്ച് തുള്ളിച്ചാടി സന്തോഷിപ്പിച്ച് കാശുള്ളവരൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും. ഈ കൊണ്ടുവരുന്ന കാശൊന്നും കാണത്തില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നവനും മീൻ കച്ചവടം നടത്തുന്നവനും നിസ്സാര കാര്യങ്ങളുള്ളവർ ഈ കൂട്ടായ്മയ്ക്ക് വരാൻ താല്പര്യപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ വണ്ടി എത്തും. അതും ഒരു ചതി. സർപ്പം വായ ഉപയത്തിൽ ചതിച്ച പോലെ. ആ വണ്ടി കയറി അവിടെ ചെല്ലുക, കൂട്ടായ്മ കൂടുക, പാട്ട് ബഹളം വയ്ക്കുക, സർക്കസ് കൂടാരത്തിൽ ചെല്ലുന്ന പോലെ ചെല്ലുക. അവരുടെ സർക്കസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബിരിയാണിയും തരും. അത്യാവശ്യം വണ്ടിക്കാശ് വേണ്ടവർക്ക് വണ്ടിക്കാശും തരും. വീടും കൂടുമില്ലെങ്കിൽ വീടും വെച്ച് തരും. ഇതെല്ലാം ചെയ്തു തരും. പക്ഷെ നിർമ്മലമായ ദൈവവചന സത്യം അവർ നിങ്ങൾക്ക് തരികയില്ല. അവരുടെ കയ്യിലില്ലത്. ആ പാക്കേജ് അവരുടെ കയ്യിലില്ല. മുഴുവൻ ദുരുപദേശമാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഞങ്ങളുടെ ഉപദേഷ്ടാവിൻ്റെ ഒരു മോൻ വന്നിട്ട് ഇവിടെ പോയി പ്രസംഗിച്ചു. ആ ഗ്രൂപ്പിൽ തന്നെ പ്രസംഗിച്ചു. സഭയും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞ് ആക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നില്ല. 1,00,000 രൂപ പോക്കറ്റ് മണി കൊടുത്തു കയ്യിൽ. 1.5 മണിക്കൂർ ദുരുപദേശം പറഞ്ഞതിന് 1,00,000 രൂപ. ആൾ പോയി. വലിയ കാലതാമസം ഒന്നും അതിനു മുമ്പ് ആൾ സ്ഥലം വിട്ടു. ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അവരവരാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ സ്വർഗത്ത് പോകണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. ഞാൻ സ്വർഗത്ത് പോകണമെന്ന് ഞാൻ തീരുമാനിക്കണം. ഞാൻ വചനം അനുസരിക്കണം. ഞാൻ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവനായിത്തീരണം. ഞാൻ മനസ്സുള്ളവനായിത്തീരണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായിത്തീരണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിച്ച് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് ഞാൻ നടത്തപ്പെടണം. അതിന് സാത്താൻ സമ്മതിക്കത്തില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതിനോട് എറുത്ത് നിൽക്കണം. ഒരു ചെറിയൊരു ഗ്യാതറിങ് തുടങ്ങി അതിനെ തല്ലിപ്പിരിച്ച് കളയാൻ സാത്താൻ നോക്കുന്നത്. 2-3 പേരിരുന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്ത് പോവാം. 10-15 വരുമ്പോഴത്തേനും അതിന് കുത്തിത്തിരിപ്പുണ്ടാകും. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇന്ന്. ഞാൻ എൻ്റെ കണ്ടുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്താൻ താല്പര്യപ്പെടുക. പത്രോസ് പറയുന്നു സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ. യാക്കോബ് പറയുന്നു സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ. പൗലോസ് പറയുന്നു സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ലോകത്തുള്ള സകല തന്ത്രങ്ങളും നമുക്കറിയാം. ലോകത്തുള്ള സകല കാര്യങ്ങളും നമുക്കറിയാം. സാത്താൻ്റെ തന്ത്രങ്ങളെ മാത്രം അറിഞ്ഞുകൂടാത്ത പെന്തക്കോസ്തുകാരെ കൊണ്ട് ഭൂമി നിറഞ്ഞു കിടക്കുക. അപകടം മണത്തതുകൊണ്ട് പറയുക, സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുക. എന്നെന്താ ചെയ്യേണ്ടത്? തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയേണ്ട പോലെ അറിയുക. സാത്താൻ കിടന്നുറഞ്ഞു തുള്ളുന്നത് ദൈവശക്തിയാണെന്നും പറഞ്ഞ് പാട്ടും പാടി ചാടി നടക്കുന്ന വിശ്വാസികളാണ് നല്ലൊരു ശതമാനവും. ഞാനത് കണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുക. ഞാനത് കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാനത് കൊണ്ട് മനസ്സ് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവമേ, ഇതെവിടെ ചെന്ന് അവസാനിക്കും? അപ്പോസ്തലന്മാരുടെ ഉപദേശം കൂലങ്കുഷമായി പഠിക്കുക, സഭയെ അത് പഠിപ്പിക്കുക, ആ ഉപദേശത്തിൽ നിലനിർത്തുക. അവരെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി, ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് അവരെ വളർത്തിയെടുക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ കർത്താവിൻ്റെ ഒരു പോകും. അല്ലാതെ ഒന്നും കർത്താവിൻ്റെ ഒരു പോകാമെന്നൊരാഗ്രഹം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ എടുത്തങ്ങ് മാറ്റിയേക്കണം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ചുമ്മാ പറഞ്ഞ് നമ്മളെ പറ്റിക്കരുത്, ചതിക്കരുത്. ഇന്ന് ചതിയാണ് നടക്കുന്നത്. ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമെന്ന് ഭയപ്പെടുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോയാൽ നിങ്ങൾ ചതിപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകരുത്.
പുതിയ നിയമസഭ വഷളായി കിടക്കുക നല്ലൊരു ശതമാനം. ആ വഷളത്വത്തിൽ നിന്ന് മടങ്ങി വരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യും. മടങ്ങി വരിക, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരിക, പത്യോവചനം പത്യോപദേശത്തിലേക്ക് മടങ്ങി വരിക, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് മടങ്ങി വരിക, വിശുദ്ധിയും വേർപാടും പാലിക്കുക. ഹല്ലേലൂയ. ആഭരണത്തെക്കുറിച്ചൊക്കെ ഭയങ്കരമായ പ്രസംഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ അൻപുരാഗെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എൻ്റെ അർത്ഥം? ഈ ലോകത്തിലെ മനുഷ്യൻ നടക്കുന്ന പോലെ നമ്മൾ നടക്കരുതെന്നല്ലേ അർത്ഥം? വചനത്തിൽ എത്രയോ തെളിവുകൾ കിടപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ നിന്നൊരു പാസ്റ്റർ എടുത്ത് മനോഹരമായി നിലയിൽ പ്രസംഗിച്ചു. നമ്മുടെ അണിഞ്ഞൊരുങ്ങൽ വെള്ളി, പൊന്ന് എന്നിവ കൊണ്ടല്ല, വിലയേറിയ വസ്ത്രം കൊണ്ടല്ല. വ്യക്തമായി പറഞ്ഞിട്ട് അതിൽ ഉപദേശം ഇല്ലെന്ന് പറയുന്ന ആത്മീയ കുരുടന്മാരായ നേതൃത്വ നിരകളാണ് നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ പലതും പലതും പലതും. ബാബു ജോൺ വേട്ടമല എന്ന് പറഞ്ഞ പാസ്റ്റർ പറഞ്ഞപ്പോഴേ ഞാനത് സെക്കൻഡ് ചെയ്ത് പറയാൻ തുടങ്ങി. നമ്മുടെ ആത്മീക നേതൃത്വങ്ങളിൽ തലപ്പത്തിരിക്കുന്നവരാരും അനുകരിക്കാൻ കൊള്ളാകുന്നവരാരുമില്ല. സത്യം സത്യം സത്യം. അതുകൊണ്ട് പൗലൂസിനെ അനുകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പൗലൂസ് പറഞ്ഞ സത്യങ്ങൾ ആരെങ്കിലും പറയുന്നെങ്കിൽ അവരെ അനുകരിക്കേ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളേ. ഹല്ലേലൂയ, സ്തോത്രം. സമയം മുമ്പോട്ട് പോവുക. അപ്പോൾ ഇവിടെ 7:8 എന്താ പറയുക? ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യാക്കോബ് 4:7-8. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. ദൈവത്തോട് എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം. എങ്ങനെ? വചനപ്രകാരം. എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പം നമ്മൾ ദൈവത്തോട് അടുത്താലേ ദൈവം നമ്മളോട് അടുക്കുള്ളൂ. അടുക്കാൻ എന്താ വഴി? ദൈവവചനം അനുസരിക്കുക, ഉപദേശം അനുസരിക്കുക, കർത്താവിനെ പ്രസാദിപ്പിക്കുക, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക. കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് നരക കുഴിയിൽ പോയി വീഴാതെ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യത്തിൽ കിടക്കാനാണ് കർത്താവ് പഠിപ്പിച്ചേ. നമ്മൾ മനുഷ്യൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുക, പാസ്റ്റർമാരുടെ ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുക. പാസ്റ്റർ മേൽപാസ്റ്ററിനെ ഇഷ്ടം ചെയ്യുക, മേൽപാസ്റ്റർ അതിൻ്റെ മേളിലുള്ള പാസ്റ്ററിൻ്റെ ഇഷ്ടം ചെയ്യുക, അവരെ പ്രസാദിപ്പിക്കുക, പ്രസിഡന്റിനെ പ്രസാദിപ്പിക്കുക, ഖജാൻജിയെ പ്രസാദിപ്പിക്കുക. ഇതൊക്കെ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ ബഹുമാനം നമ്മൾ വാങ്ങണ്ട, ആഗ്രഹിക്കണ്ട. നമ്മളെ ആരും ബഹുമാനിക്കില്ല, നമ്മളെ ആരും മാനിക്കില്ല. ഞാനതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ മനുഷ്യൻ്റെ ബഹുമാനം ആഗ്രഹിക്കുന്നില്ല. ഒരു യഥാർത്ഥ ദൈവദാസൻ മനുഷ്യൻ്റെ ബഹുമാനം ആഗ്രഹിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ആരാഗ്രഹിക്കുന്നത്? സത്യം പറഞ്ഞാൽ അവർ പകയ്ക്കുകയല്ലേ ചെയ്യുള്ളൂ, അവർ നമ്മെ ചീത്ത വിളിക്കുകയല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുക, സാത്താൻ്റെ ദുരുപദേശങ്ങളോട് എതിർത്ത് നിൽക്കുക. സഭ ദുരുപദേശത്തിൽ കിടന്ന് നട്ടം തിരിക്കുക. സഭ അതിൻ്റെ യഥാർത്ഥ പാത വിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, സഭാവിഭാഗ വ്യത്യാസമില്ലാതെ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. നമ്മൾ സാത്താൻ്റെ പ്രവൃത്തികളോട് എതിർത്ത് നിന്നോളാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. എന്തിനാണ് ശക്തിപ്പെടുന്നത്? പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടത്. സത്യം അരക്കി കിട്ടണം, നീതി എന്ന കവചം ധരിക്കണം, സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കണം, സകല ദുഷ്ടൻ്റെ ദീയമ്പളികളുടെ പാന്തകളും വിശ്വാസം എന്ന പരിചയിക്കണം, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവം എന്ന ആത്മാവിൻ്റെ വാളും ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചു. 1 Petrus 4:1 കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിച്ചുകൊണ്ട് ഈ 8 ആയുധങ്ങൾ, പുതിയ നിയമസഭയ്ക്ക് തന്നിരിക്കുന്ന 8 ആയുധങ്ങൾ, അത് ഒന്നായിട്ടാണ് പോലെ சொல்லுന്നത്. ദൈവത്തിൻ്റെ സർവായുധ വർഗം അത് നമ്മൾ ധരിക്കുക. അത് ധരിച്ച് സാത്താനോട് എതിർത്ത് നിൽക്കാൻ കഴിയാത്തവർക്ക് ദൈവരാജ്യത്തേക്ക് പോകാൻ പറ്റില്ലെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം ഇത് ഉപദേശമല്ലേ, ഇത് പ്രമാണമല്ലേ, ഇത് വ്യവസ്ഥയല്ലേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോടും അടുത്ത് വരും. എങ്ങനെയാണ് ദൈവത്തോട് അടുത്ത് ചെല്ലുന്നത്? ദൈവത്തെ പ്രസാദിപ്പിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത്, ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നു കഴിയുമ്പോൾ
ദൈവം നമ്മോടടുത്ത് വരും. ദൈവത്തെ ആരും പോക്കറ്റിലാക്കാൻ ആരും ചിന്തിക്കല്ലേ. നമ്മുടെ പോക്കറ്റിൽ വീഴുന്നവനല്ല ദൈവം. ഈ അറബിക്കാർ സാധാരണ പറയുന്നൊരു പദമുണ്ട്, അള്ളക്കരി. ദൈവം നോക്കിക്കൊള്ളുമെന്ന്. അള്ളക്കരി എന്നൊക്കെ പറയും. ദൈവം നോക്കും. ദൈവം ഇല്ലാത്ത ഏടാകൂടങ്ങൾ മുഴുവൻ ഉടാങ്ങായും നോക്കിക്കൊള്ളും. ദൈവം നോക്കിക്കൊള്ളും. ഇല്ലാത്ത ദുഷ്ടത മുഴുവൻ ചെയ്ത് കൂട്ടിയിട്ട് ദൈവം നോക്കിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും എന്ന് പറഞ്ഞാൽ നടക്കില്ല. ദൈവവചന വ്യവസ്ഥ പാലിച്ച് ജീവിക്കണം. വിശുദ്ധമായൊരു ജീവിതം നയിക്കണം. നിർമ്മലമായൊരു ജീവിതം നയിക്കണം. വയലിൽ ഒളിച്ചു വെച്ച നിധി എന്ന സ്വർഗരാജ്യം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളതെല്ലാം വിടണം. നമ്മുടെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങളെല്ലാം കൊന്നുകളയണം. പിന്നെ ആ വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധി അത് പ്രാപിച്ചെടുക്കണം. അർത്ഥം സ്വർഗരാജ്യം പ്രാപിച്ചെടുക്കണം. മുത്ത് വിൽക്കുന്ന വ്യാപാരി ഒരു വിലയേറിയ മുത്ത് കണ്ടെത്തിയാലേ തൻ്റെ ചരക്കെല്ലാം കൊണ്ടുവന്ന് വിറ്റു, അതെല്ലാം വിട്ടു, ആ വിലയേറിയ മുത്ത് പ്രാപിച്ചെടുത്തു. സ്വർഗരാജ്യം, ദൈവരാജ്യം. ആർക്കാ ഇന്നതിന് താല്പര്യം? സ്വർഗരാജ്യത്തേക്ക് പോകുകയല്ലല്ലോ കർത്താവ് പഠിപ്പിച്ചെന്ന് വെച്ച് നോക്കുമ്പോൾ, സ്വർഗരാജ്യത്തെ ബലാത്കാരികൾ ബലാത്കാരം ചെയ്യുന്നു. എവിടെയാ ബലാത്കാരം ചെയ്യുന്നത്? ഇന്ന് ലോകത്തെ ബലാത്കാരം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ എങ്ങനെ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ലോകത്തോട് ഇടകലർന്ന് പോയിക്കൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ തോളിൽ കഴുത്തിട്ട് പാട്ടും പാടി പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇന്ന് പൽക്കാലം മടങ്ങി വരണം. ഈ 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. കം ബാക്ക്. കോവിടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. അല്ലാത്തവരുടെ പേര് ചെയ്യുക. വാള് വരാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വാള് വരാൻ പോകുകയാണ്. ഇത് പ്രസംഗിച്ച് മരിക്കാനാണ് എൻ്റെ തീരുമാനം. ഇതിൽ നിന്ന് എൻ്റെ പിൻപറ്റി മാറ്റാൻ ആർക്കും ഒരു ശക്തിക്കും കഴിയില്ലെന്ന പൗലോസ് പറഞ്ഞ പോലെ. ഹല്ലേലൂയ. നമുക്ക് നിത്യത പ്രാപിക്കണം. ഈ ഭൂമിയിലെ ജീവിതം ക്ഷണഭങ്കുരം. ഏറെയാൽ 70-80 സംവത്സരം. അത് കഴിഞ്ഞാൽ കോടാനുകോടി വർഷം നിത്യമായ യാതനാസ്ഥലത്തോ നിത്യമായ സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ ദൈവസന്നിധിയിലോ ജീവിക്കേണ്ടവരാണ് ഇന്ന് ലോകത്ത് കാണുന്ന സകല മനുഷ്യരും. രാജാക്കന്മാരും മന്ത്രിമാരും പ്രഭുക്കന്മാരും പ്രസിഡന്റുമാരും ഇന്ന് വേണ്ട രാഷ്ട്രത്തലവന്മാരും എല്ലാ മനുഷ്യവർഗവും ഇതിൽ ഉൾപ്പെടും. ഒന്നുകിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സന്തോഷത്തിൻ്റെ തിമിർപ്പിൽ കോടാനുകോടി വർഷം ജീവിക്കേണ്ടി വരും. അതല്ലെങ്കിൽ നരവാനെ പോലെ യാതനാസ്ഥലത്ത് കോടാനുകോടി വർഷം ആ തീച്ചൂള സമാനമായ അവസ്ഥയിൽ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് പല്ല് കടിച്ച് പരസ്പരം പല്ല് കടിക്കും. പല്ലില്ലാത്തവന് പല്ല് വരും കടിക്കാൻ. പണ്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരു പല്ലില്ലാത്ത ഭാഷ ചിരിക്കുന്നു. എൻ്റെയും ഗതി ഇത് തന്നെയല്ലേ? അതേ ഗതി അത് തന്നെ. പല്ല് പോയതിന് പല്ല് വരും നരകത്തിൽ. പല്ല് കടിക്കണം പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങ് വരും. ഹല്ലേലൂയ. ദൈവവചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തട്ടെ. നമുക്ക് പ്രമാണം അനുസരിക്കാം, ഉപദേശം അനുസരിക്കാം. ഇവിടെ ഒരു പ്രസ്താവന അത് ഭയങ്കരമാണ്. എന്താ അത് കൊടുത്തേക്കുന്നത്? ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് സാത്താൻ്റെ വകയുള്ള കഷ്ടപ്പാടുകൾ പൂർത്തിയായി വരുന്നുവെന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവനായി ദൈവമക്കൾ അവനോട് എതിർത്ത് നിന്നോണം. പത്രോസ് പറയുന്ന എതിർത്ത് നിൽക്കാൻ, യാക്കോബ് പറയുന്ന എതിർത്ത് നിൽക്കാൻ, പൗലോസ് പറയുന്ന എതിർത്ത് നിൽക്കാൻ നമുക്ക് ഏത് വലിയോ സ്വത്രം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, അപ്പം കഷ്ടം ദൈവമക്കൾ കൊണ്ട് കേട്ടോ. അല്പകാലത്തേക്ക്, ഷോർട്ട് പീരീഡ്, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ സ്വത്രം നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ച് തേജോമനായ ദൈവത്തോടൊപ്പം തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ച് ആ സ്വർഗീയ സന്തോഷത്തിൽ നമ്മളായിരിക്കും. അതോർക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളൊന്നും സാരമില്ല. ഇതുകൊണ്ട് കേൾക്കണേ. ഈ 4-ാമത്തെ എപ്പിസോഡ് പിന്നെയും വെച്ചൊന്ന് കേട്ടോണേ.
ഈ വചനങ്ങളൊക്കെ കേട്ടിട്ട് യാതനാ സ്ഥലത്ത് പോയി കിടക്കല്ലേ ആരും. അത്ര കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച ഈ വചനം നിങ്ങളുടെ അടുക്കൽ എത്തുന്നത്. പിശാചിനോടുള്ള പോരാട്ടത്തിലാണ് ഞാനുമായിരിക്കുന്നത്. ലോകം ജഡം പിശാചിനോട് പോരാടി ഞാൻ ഓരോ ദിവസം ജീവിക്കുന്നത്. ഏതൊക്കെ നിലയിലുള്ള പോരാട്ടം എനിക്കുണ്ടെന്നറിയാമോ? അവിടെയെല്ലാം പിടിച്ചു നിൽക്കുന്നത് തേജസ്സിൻ്റെ ശരീരം എനിക്ക് കിട്ടുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പത്രോസിൻ്റെ വാക്ക് എന്നെ അങ്ങ് ബലപ്പെടുത്തുക. അല്പകാലം അല്ലേ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമീൻ. ആദ്യത്തെ ക്ലിപ്പിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയട്ടെ. ഇതെഴുതാനായിട്ട് പത്രോസിന് അറിയത്തില്ല. പത്രോസിൻ്റെ ലേഖനം അത് പ്രസംഗിക്കാൻ ഇന്ന് ആളില്ല ഇവിടെ. ഉണ്ടെങ്കിലും അത് ഉൾട്ടായിട്ടൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പത്രോസിൻ്റെ ലേഖനം ആത്മാവിൽ പ്രസംഗിക്കാൻ ദൈവം പ്രാപിച്ചെടുക്കണം. നമ്മൾ നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങളീ നിൽക്കുന്ന ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നുവെന്നും സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ നിരൂപിക്കുന്ന സുലനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. 2 ലേഖനം എഴുതി തന്നിരിക്കുക. നിങ്ങളുടെ സഹവൃദ്ധനായ ബാബിലോണിലെ സഭ, ബാബിലോൺ മ്ലേച്ഛതയുടെ അശുദ്ധിയാണ് ബാബിലോൺ എന്ന പദം നമുക്ക് തരുന്നത്. ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അശുദ്ധിയാണ് പെന്തക്കോസ്തുകാരെ കാർന്ന് പിടിച്ചിരിക്കുന്നത്. വിഗ്രഹാരാധനയും ആഭരണവും അണിഞ്ഞൊരുങ്ങലും ഇതെല്ലാം പേഗൺ മതമായ ബാബിലോണിൽ നിന്ന് കടമെടുത്തതാണ്. നമ്മുടെ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന ലോകത്ത് കിടക്കുന്ന, യൂറോപ്പിലും ഇന്ത്യയിലും കിടക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും ഈ ബാബിലോണിൻ്റെ അശുദ്ധിയെല്ലാം കടമെടുത്തിരിക്കുക. പക്ഷേ അപ്പോസ്തലന്മാരുടെ കാലത്ത് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ബാബിലോണിലും സഭയുണ്ടായിരുന്നു. അശുദ്ധിയുടെ കൂമ്പാരമായ ദൈവവ്യവസ്ഥ വിട്ടുപോകുന്ന ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അത്യുച്ചകോടിയിൽ നിൽക്കുന്ന ആ സമയത്തും ആ സംസ്ഥാനത്തും എന്തുണ്ടായിരുന്നു? പുതിയ നിയമസഭയുണ്ടായിരുന്നു. ബാബിലോണ സഭയും എനിക്ക് മകനായ മർക്കോസും നിങ്ങൾക്ക് വന്ദനം ചെയ്യുന്നു. അപ്പോൾ മർക്കോസ് ആയിരിക്കും കൊടുത്ത ശുശ്രൂഷകൻ. വന്ദനം ചെയ്യുന്നു. സ്നേഹചുംബനത്താൽ തമ്മിൽ വന്ദനം ചെയ്യുന്നു. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം എനിക്ക് വളരെ അനുഗ്രഹമായി, എനിക്ക് വലിയ സന്തോഷമായി. എൻ്റെ പ്രത്യാശ വർദ്ധിച്ചു. കാരണം തേജസ്സിൻ്റെ ശരീരം കിട്ടുമെന്ന് പത്രോസ് ഊന്നി പറയാനിടയായി. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ തേജസ്സിൻ്റെ ശരീരത്തിലേക്ക് ദൈവം മാറ്റാൻ പോകുന്നുള്ള പ്രബോധനം എന്നെ ബലപ്പെടുത്തി, നിങ്ങളെയും ബലപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക്, കർത്താവിൻ്റെ വരനുണ്ടി ഒരുങ്ങുവാൻ, നിത്യത പ്രാപിക്കുവാൻ മുഖാന്തരമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ.